ഇക്കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു പ്രഖ്യാപനം വരികയുണ്ടായി. എന്നിട്ട് ഈ കുട്ടി അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാണ്ട് എന്ത് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടും കാര്യങ്ങളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ കുട്ടീനെ വിളിച്ചു വരുത്തി ചെയ്യാന്ന് പറഞ്ഞാല് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവർ ഉദ്യോഗസ്ഥന് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് മന്ത്രി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ആ പഠിപ്പിക്കുന്ന ക്വാളിറ്റിയിൽ ഞങ്ങൾ യാതൊരു കുറവും ഇതേവരെ വരുത്തിയിട്ടില്ല. കാരണം ഞങ്ങളെ കുടുംബം റോട്ടിലുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു പ്രഖ്യാപനം വരികയുണ്ടായി. സംസ്ഥാനത്ത് സൂപ്പർ ടെസ്റ്റുകൾ ആരംഭിക്കുമെന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. അതായത് നിലവിൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയെ വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും വിളിച്ചു വരുത്തുകയും വീണ്ടും ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്രകാരം നടത്തുന്ന ടെസ്റ്റിൽ ആ വ്യക്തി പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതോടുകൂടി ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ വലിയ ആശങ്കകളുണ്ട്. കാരണം ഇപ്രകാരം ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ലൈസൻസ് വീണ്ടും റദ്ദ് ചെയ്യും എന്നുള്ളത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡ്രൈവർമാരുടെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെയും എല്ലാം പ്രതികരണം തേടുകയാണ്. അവരുടെ വാക്കുകൾ. ഡ്രൈവർമാരെ കുറിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കേസാവില്ല. ചില ഡ്രൈവർമാരെന്ന് പറയുന്നത് റോഡ് മേലെ ഇറങ്ങി ഓട്ടി പഠിച്ചിട്ട് പയക്കുവാണ്. അല്ലാതെ ഇറങ്ങുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇപ്പം ഒരു 6 മാസം മുമ്പേ ഈ ഹെഡ്ലൈറ്റ് ഈ കമ്പനി വരുന്ന ലൈറ്റ് തന്നെ മതി, വേറെ ലൈറ്റ് വെക്കരുത് എന്നുള്ളത്. നമ്മൾക്ക് ഇത് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ കാടുകൾ കടന്നു പോകാറുണ്ട്. അന്ന് അവിടെ സീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അന്ന് പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കണ്ണ് കാണുന്നില്ല. അമ്പ് ചാടുമ്പോൾ അതായത് വെറുതെ ചവിട്ടി കൊടുക്കുക. അത് നമ്മൾ കണ്ട് ചവിട്ടുകയാണെങ്കിൽ നമുക്ക് ഡീസൽ മൈലേജ് കിട്ടും, ടയർ ചൂടാവില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേസമയത്ത് പുറത്ത് വരുന്ന വണ്ടിക്കാർ മുഴുവൻ എല്ലാ ലൈറ്റും കണ്ടമാനം ലൈറ്റ് ഇട്ടാൽ വരുന്നത്. അത് നമുക്ക് കണ്ണ് കാണില്ല, നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കുകയാണ്. നമുക്ക് ഈ കമ്പനി വരുന്ന ലൈറ്റ് മാത്രം, എക്സ്ട്രാ ഫിറ്റിങ്സ് പറ്റൂല. കേരളത്തിലെ വണ്ടിക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അത് നമ്മൾ പുറത്ത് ചെന്നാൽ നമുക്ക് ഫൈൻ ചെയ്യുന്നുണ്ട് അവർ. RTO പിടിക്കുക, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് കഴിയാണെങ്കിൽ എന്താ എക്സ്ട്രാ ലൈറ്റ് പിടിച്ച് നമ്മൾ ഫൈൻ എഴുതി തരാം. ഒരു രക്ഷയില്ല. അത് അവിടെ അവർക്ക് ഇത് വന്നു കഴിഞ്ഞല്ലോ. അത് കാരണം അവര് ഒന്നുമില്ല, നമുക്ക് ഫൈൻ തരാം, അല്ലെങ്കിൽ അത് അടിച്ചു പൊട്ടിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതുപോലെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ സൂപ്പർ ചെക്കിങ്, അതായത് ലൈസൻസ് ഉള്ളവരെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്താം, വീണ്ടും ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടാൽ ലൈസൻസ് ഇല്ലാണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണമാവും? അതിപ്പോ നമുക്ക് പ്രയാസം തന്നെയാണല്ലോ. കാരണം ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണ് നമ്മൾ പുറത്തു പോകുന്നത്. അവരിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യല്ലാണ്ട് വേറെ ഇതില്ലല്ലോ. നമുക്ക് ഫൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ 1000 രൂപ 1500 രൂപ ആകുമ്പോഴും ഓണം ഉറക്കം കഴിഞ്ഞ് പോയിട്ട് നമുക്ക് കിട്ടുന്നത്. പോയി പോകാന്ന് നമുക്ക് കുടുംബം പോറ്റേണ്ട ആളുകളല്ലേ നമ്മളെ. പിന്നെ പ്രയാസം തന്നെയാണത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ വിലവർദ്ധനത്തിന്റെ ഇതെല്ലാം നമുക്ക് വലിയ വിഷയം തന്നെയാണല്ലോ. ഇപ്പം പുതിയ പരിഷ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോ ഡ്രൈവിംഗ് സ്കൂളെ സംബന്ധിച്ചോ ഒരു കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക, ഇവിടെ ടെസ്റ്റിന് കൊണ്ടുവരിക. അതിൽ ടെസ്റ്റ് ഷീറ്റ് പറയുന്ന 20ഓളം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ആ കുട്ടിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ആ കുട്ടീനെ വിളിച്ചു വരുത്തി ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവർ ഉദ്യോഗസ്ഥന് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് മന്ത്രി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയുള്ളൂ. ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഏതാളെ വേണമെങ്കിൽ വിളിച്ചു കൊണ്ടോട്ടെ, ടെസ്റ്റ് നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. നടത്താണ്ടിരിക്കുക, എന്തും ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുക. കൃത്യമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ക്വാളിറ്റിയിൽ ഞങ്ങൾ യാതൊരു കുറവും ഇതേവരെ വരുത്തിയിട്ടില്ല. കാരണം ഞങ്ങളെ കുടുംബം റോട്ടിലുണ്ട്. അതുകൊണ്ട് ആ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ബാക്കി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ വിശ്വാസം ഇല്ലാന്ന് മന്ത്രി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി വേണ്ടാന്ന് നമ്മൾ അന്നും ഇന്നും പാടില്ല. നമ്മൾ അന്നും മുദ്രാവാക്യം വിളിച്ചതെന്ന് വെച്ചാൽ ക്വാളിറ്റി വേണം, പക്ഷെ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് ഞങ്ങൾ അന്നും പറഞ്ഞതാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും ഇല്ല. ഇന്നിപ്പോൾ എന്താ പറയുക, ലേണേഴ്സ് നടക്കുന്ന ഇപ്പം ഇന്നിവിടെ നടക്കുന്ന ലേണേഴ്സിൽ ആകെ 3 കമ്പ്യൂട്ടറാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. വരുന്ന കുട്ടികൾ ഇവിടെ തലമിന്നി വീഴുന്ന അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. ഇവിടെ കുട്ടിയോട് ചോദിച്ചാൽ അറിയാം ഇപ്പം എത്ര ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കണം. ഒരു വെള്ളം ഒന്നും ചെയ്യാൻ, ഒരു ബാത്റൂം സൗകര്യം പോലും മര്യാദയ്ക്ക് ഇവിടെ ഇല്ല. എന്നിട്ട് ഈ കുട്ടി അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാണ്ട് എന്ത് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടും കാര്യങ്ങളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലൈസൻസ് എന്തെങ്കിലും അസുഖമില്ലാത്ത കാരണത്താലോ എന്തെങ്കിലും സുഖമില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക വിട്ടുപോയി ആ രീതിയിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ലൈസൻസ് വലിയൊരു എമൗണ്ടാണ് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത്. ആദ്യം 50 രൂപ അടച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1050 രൂപ അടച്ചിട്ട് ആ വ്യക്തി 90 ദിവസം 4 മാസം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഒരു ടാക്സിയിൽ പോകുന്ന ഒരാളാണ് ഈ 4 മാസം കാത്തു നിൽക്കുക, അവൻ്റെ കുടുംബം പട്ടിണിയിലേക്ക് പോകില്ലേ?
അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് നടത്തി കൊടുക്കുക. അങ്ങനത്തെ കേസുകൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആ കുട്ടിക്ക് 4 മാസം 5 മാസമാണ് ടൈം ടെസ്റ്റിന് വരുന്നത്. ഐ ടെസ്റ്റ് രണ്ടാമത് എടുക്കണം. ലേണേഴ്സ് 2-3 പ്രാവശ്യം പുതുക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും കാരണവശാലും കുട്ടി തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ലേണേഴ്സ് പുതുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പൊ വീണ്ടും ഗവൺമെന്റിലേക്ക് ഫീസ് അടയ്ക്കേണ്ട അവസ്ഥ വരുന്നത്. ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ 5 കുട്ടികളെ ടെസ്റ്റ് നടത്താനേ പറ്റുന്നുള്ളൂ. ഞങ്ങളെ ചെലവുകളും കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. കൊല്ലം അത് വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബിൽഡിംഗ് വാടക, കറണ്ട് ബില്ലൊക്കെ ഗവൺമെന്റ് കുത്തനെ കൂട്ടുകയാണ്. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഈ സ്ലോട്ട് എണ്ണം കുറച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയിട്ട് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല, 40 തന്നെയാണെന്നുണ്ടെങ്കിൽ ശരി, ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ എടുത്തിട്ട് കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ആ സൗകര്യം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ 5 മാസം 6 മാസം റെഡിയാണ്. അത് നിങ്ങൾ ഏത് കുട്ടിയോട് ചോദിച്ചാലും അറിയാം. ഇപ്പൊ ടെസ്റ്റ് വന്ന കുട്ടികൾ ആരോട് നിങ്ങൾ ചോദിച്ചു നോക്കും. 6 മാസം കംപ്ലീറ്റ് ആവുള്ളൂ. ആ 6 മാസം വരെ കംപ്ലീറ്റ് ആയ കുട്ടീനെ പിന്നെ വീണ്ടും വിളിച്ചു വരുത്തിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ള ആ കാര്യത്തിൽ.